ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ സഹസ്ഥാപനമായ കളമശ്ശേരി നാലകം അൽഹിദായ ഇസ്ലാമിക് അക്കാദമിയിൽ ആനുവൽ സ്പോർട്സ് ഫെസ്റ്റ് സ്മാഷ് 2024 തുടക്കമായി. കളമശ്ശേരി CI ലത്തീഫ് MP ഉദ്ഘാടനം ചെയ്തു. അപ്പം ഈ കഴിവ് മുഴുവനായിട്ട് പ്രായോഗികമാക്കുക, അത് നിങ്ങളുടെ ഒരു 10% നിങ്ങൾ കഴിവ് പുറത്തെടുത്താൽ തന്നെ നിങ്ങൾക്ക് ഒരു 90% വിജയത്തിലേക്ക് എത്താൻ കഴിയും. 10% മതി. നിങ്ങൾ സാധാരണ വിദ്യാർത്ഥികൾ പറയാൻ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളുടെ പഠനകാലം. ഈ പഠനകാലം എന്ന് പറഞ്ഞാൽ ഒരു 15 കൊല്ലോ അല്ലെങ്കിൽ മാക്സിമം ഒരു 20 കൊല്ലം. 20 കൊല്ലമൊന്നും വേണ്ട, മാക്സിമം ആ പഠനകാലത്ത് നിങ്ങൾ കഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വരും കാലങ്ങളിൽ ഇനി തുടർന്ന് നിങ്ങൾക്ക് എത്ര ആയുസ് വരുമോ ആ ആയുസിന് മുഴുവൻ നിങ്ങൾക്ക് അത് ആസ്വദിച്ച് ആ കഷ്ടപ്പാടില്ലാണ്ട് സന്തോഷിക്കും. 15 വർഷം കഷ്ടപ്പെട്ടാൽ പിന്നീട് അതിലൂടെ നേടുന്ന നേട്ടം കൊണ്ട് തുടർന്ന് വരുന്ന ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ആസ്വദിച്ച് ജീവിക്കാൻ പറ്റും. കുട്ടികളുടെ നൊബേൽ പ്രൈസ് എന്നറിയപ്പെടുന്ന നെതർലൻഡ്സിലെ കിഡ്സ് റൈറ്റ് ഫൗണ്ടേഷന്റെ ICPP ഫൈനലിസ്റ്റും യൂണിസെഫ് ചൈൽഡ് അച്ചീവർ അവാർഡ്, ഇൻസ്പയറിംഗ് ഇന്ത്യൻ അവാർഡ്, ഉജ്ജ്വല ബാല്യം അവാർഡ് ജേതാവുമായ ആസിം വെളിമണ്ണ വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു. മൂന്ന് ടീമാണ് മത്സരിക്കുന്നത് അല്ലേ? ഇതിൽ ഏത് ടീമാ കപ്പ് കൊണ്ടുപോവാ? അപ്പം ആരും വിട്ടു വെക്കാൻ തയ്യാറല്ല അല്ലേ? ഞാൻ വിചാരിച്ചു ഒരു ടീമിനെ മാത്രം പൊട്ടി പറയുള്ളൂ. അങ്ങനെയല്ല അല്ലേ? എല്ലാവരും അവനവൻ്റെ ടീമിനെ ജയിക്കണമെന്ന് ആഗ്രഹിക്കുള്ളൂ അല്ലേ? അപ്പം ഈ ഓരോ ടീമിലുള്ള ഓരോ അംഗങ്ങളും ആഗ്രഹിക്കുന്നുണ്ടോ? നമുക്ക് ഫസ്റ്റ് ചോദിക്കണം, നമുക്ക് ഇതിൽ 1ാം സ്ഥാനത്ത് എത്തണമെന്നാണ് ആഗ്രഹിക്കുക. പക്ഷെ കപ്പ് ഒന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ? ഒരു ടീമിന് മാത്രമേ കപ്പ് ഉണ്ടാകാൻ പറ്റുള്ളൂ അല്ലേ? അത് ശരിയല്ലേ? അപ്പം ബാക്കിയുള്ള ടീമിന് സങ്കടമാവുമോ? സങ്കടമൊക്കെ ആവും അല്ലേ? പക്ഷെ സങ്കടപ്പെട്ടോണ്ട് കാര്യമുണ്ടോ? ഇല്ല. നേരത്തെ സാറ് പറഞ്ഞ പോലെ ഒരു കളിയാവുമ്പോൾ ജയവും പരാജയവും ഒക്കെ ഉണ്ടാവും അല്ലേ? ഈ വിജയത്തിലൂടെ നമുക്ക് കിട്ടുന്നത് എന്താ നമുക്ക് കിട്ടുന്നത്? വിജയത്തിലൂടെ എന്താ കിട്ടുന്നത്? വിജയത്തിലൂടെ സന്തോഷം, ആത്മവിശ്വാസമൊക്കെ കിട്ടും അല്ലേ? പരാജയത്തിലൂടെ എന്താ? വാശിയോ? അയ്യോ, ഈ പരാജയപ്പെടാനാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ വിജയം. കാരണം എന്താ അറിയോ? ഓരോ വക്കം പരാജയപ്പെടുന്ന സമയത്തും ആ പരാജയപ്പെട്ട വ്യക്തിക്ക് ഇനി അടുത്ത പ്രാവശ്യം ഇതിനെക്കാട്ടിലും ഉഷാറായിട്ട് ചെയ്യണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ് പരാജയപ്പെടുന്ന സമയത്ത് ഉണ്ടാവേണ്ടത്. അതുണ്ടായാലേ അടുത്ത പ്രാവശ്യം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആ ഒരു രീതിയിൽ നമുക്ക് വിജയത്തെ എടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഏതൊരു കാര്യത്തിലാകുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ നിൽക്കണം. ഓക്കെ? നമ്മൾ തോറ്റതിനെ വിചാരിച്ച് താഴാൻ പാടുണ്ടോ? ഇല്ല. എല്ലാ കാര്യത്തിലും നമ്മൾ എന്ത് ചെയ്യുക? പോസിറ്റീവായി ചിന്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അങ്ങനെ ചിന്തിച്ചാണ്ടല്ലോ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവും. അതിന് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞിട്ടെ പറയട്ടെ. ഞാൻ SSLC പഠിക്കുന്ന ഒരാളായിരുന്നു. ഇപ്പം ഞാൻ പ്രശ്നമില്ല. കഴിഞ്ഞ ഞാൻ SSLC അപ്പം ഈ SSLC പഠിക്കുന്നവരെ സംബന്ധിച്ച് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമുണ്ട്. എന്ത്? ഫുൾ A+ അല്ലേ? ഞങ്ങൾ കാണുമ്പോൾ ആദ്യം ചോദിക്കുക എന്താ? ഈ SSLC പഠിക്കുമ്പോൾ +2 പഠിക്കുമ്പോൾ മാത്രം ചോദിക്കുന്ന ചോദ്യമാണ്. ആദ്യം അസ്സലാമു അലൈക്കും. പിന്നെ എത്രയിലാ വിളിക്കുന്നത്? ഞാൻ 10. എത്ര A+ ഉണ്ടാവും? പിന്നെ സുഖവിവരമൊന്നും ചോദിക്കൂല. എത്ര A+? ഏത് പഠിക്കാത്തവൻ്റെ ആഗ്രഹം എന്താണ്? ഫുൾ A+ പഠിക്കണമെന്നാണ് അല്ലേ? ചിലർക്ക് ഉണ്ടാവില്ല, സാഹചര്യം കൊണ്ട് അവിടെ എത്തിപ്പെടാൻ പറ്റൂല. ആരും ഹാർഡ് വർക്ക് ചെയ്യാണ്ടിരിക്കുമോ? ഇല്ലല്ലോ. എല്ലാവർക്കും നേടിയെടുക്കണമെന്നേ ആഗ്രഹം ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞാൻ എക്സാമൊക്കെ എഴുതി പാസ്സായി. നിങ്ങൾക്ക് എത്ര A+ അറിയോ? എത്ര A+ ഉണ്ടാവും? ഫുള്ളാ? നിങ്ങൾക്ക് തെറ്റി. നിങ്ങൾക്ക് എത്ര A+ അറിയോ?
5 ഉള്ളൂ. 5 ഉള്ളൂ. അപ്പം ഈ റിസൾട്ട് വന്ന പാടെ തന്നെ എൻ്റെ ഫ്രണ്ട്സിനെ വിളിക്കാൻ തുടങ്ങി. ആരും വിളിക്കാതെ അറിയോ? ഫുൾ എ പ്ലസ് കിട്ടിയ ചങ്കേക്കലോ അല്ലേ? ഫുൾ എ പ്ലസ് ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, എടാ നിനക്ക് എത്ര എ പ്ലസ് ഉണ്ട് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, നിനക്ക് എത്ര എ പ്ലസ് ഉണ്ട്? ഞാൻ എനിക്ക് ഫുൾ എ പ്ലസ് ഉണ്ട് അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ റിസൾട്ട് വന്ന ആ സമയത്ത് ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. ഫുൾ എ പ്ലസ് കിട്ടിയില്ലല്ലോ എന്നൊരു ചെറിയ സമയത്തുണ്ടായിരുന്നു. പിന്നെ അതിൽ പോസിറ്റീവ് ചിന്തിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായി. എന്താ അറിയോ? ഞാൻ പറഞ്ഞു, എനിക്ക് ഫുൾ എ പ്ലസ് ഇല്ലേ, എനിക്ക് എൻ്റെ ഫുൾ എ പ്ലസിൻ്റെ പകുതി എ പ്ലസ് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഓൻ ചോദിച്ചു, എന്ത് എനിക്ക് എങ്ങനെ പകുതി എ പ്ലസ് ആയി ചോദിച്ചു. എന്താ ചോദിച്ചേ? എന്താണ് എനിക്ക് പകുതി എ പ്ലസ് ആയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താ അറിയോ, ഞാൻ പകുതി ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് പകുതി മതി അല്ലേ? ഞങ്ങൾ പകുതിയില്ലല്ലോ. അൽ ഹിദായ ജനറൽ സെക്രട്ടറി ഹമീദ് മണ്ണോപ്പിള്ളി അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ജാബിർ ഹുദവി തൃക്കരിപ്പൂർ ആമുഖ പ്രഭാഷണം നടത്തി. സ്റ്റുഡൻസ് ഔട്ട്റീച്ച് കോർഡിനേറ്റർ മുഹമ്മദ് സൽമാൻ വാഫി ഓണംപിള്ളി, സ്റ്റുഡൻസ് യൂണിയൻ പ്രസിഡന്റ് അബു സൽമാൻ TS എന്നിവർ സംസാരിച്ചു. മത്സരാർത്ഥികളുടെ മാർച്ച് പാസ്റ്റും നടന്നു. മത്സര പരിപാടികൾ 2 ദിവസങ്ങളിലായി നജാത്ത് പബ്ലിക് സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കും. അധ്യാപകരായ CB യൂസഫ് ഫൈസി തിരുവനന്തപുരം, മുഹമ്മദ് സുഹൈൽ വാഫി, ജംഷീദ് വാഫി, നൗഫൽ ഹുദവി, ഹൈദരലി യസീദ് ഹുദവി, ബദറുദ്ദീൻ ഫൈസി, സ്വാദിഖ് നവവി, നിസാമി, ഹിഷാം അസഹരി, ഫായിസ് ഹസനി, അഡ്മിൻ മുത്തലിബ് മണ്ണാർക്കാട്, ആസിം വെളിമണ്ണ ഫൗണ്ടേഷൻ പ്രതിനിധികളായ സയ്യിദ് യമാനി, ഷാമിൽ ഹസനി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി.